ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു റിവിഷനായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൊഡ്യൂളിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് വാട്ട് ഈസ് റിന്യൂവബിൾ റിസോഴ്സ് ആൻഡ് വാട്ട് ഈസ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്നുള്ളതായിരുന്നു. അതിൽ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ റിസോഴ്സസ് വിച്ച് അപ്പിയർ ദംസെൽഫ് ഓർ വിച്ച് റീ അപ്പിയർ ബൈ ദംസെൽവ്സ്, അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്ടർ അങ്ങനത്തെ എലമെൻസിനെയാണ് റിന്യൂവബിൾ എന്ന് പറയുന്നത്. സൺലൈറ്റ്, ആനിമൽസ്, വാട്ടർ, ലിവിങ് ഓർഗാനിസം. കാരണം അത് നമ്മൾ വാട്ടറിൻ്റെ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് വാട്ടർ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും അത് ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ട്. പല പ്രോസസ്സുകളിലൂടെ അത് വീണ്ടും ഭൂമിയിൽ റീ അപ്പിയർ ചെയ്യുന്നുണ്ട്. അതിനാണ് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നോൺ റിന്യൂവബിൾ, അതായത് റിസോഴ്സസ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ ഫിക്സഡ് എമൗണ്ട്സ് ഇൻ ദ എൻവയോൺമെൻറ്റ്. അത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഫിക്സഡ് എമൗണ്ടിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ആ എമൗണ്ടിൽ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവൈലബിൾ ആയിരിക്കില്ല. അത്തരം റിസോഴ്സസിനെയാണ് നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് മിനറൽസ്, ഫോസിൽ ഫ്യൂവൽസ്, നോൺ മിനറൽ റിസോഴ്സസ് ഒക്കെ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ദെൻ അത് കണ്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സസ് ആയിരുന്നു. നെയിംലി ഫോറസ്റ്റ് റിസോഴ്സ്, ദെൻ വാട്ടർ, മിനറൽ, ഫുഡ്, എനർജി ആൻഡ് ലാൻഡ്. അങ്ങനെ ടോട്ടൽ 6 ടൈപ്സ് ഓഫ് റിസോഴ്സസിനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഫോറസ്റ്റ്, വാട്ടർ, മിനറൽ, ഫുഡ്, എനർജി ആൻഡ് ലാൻഡ്. ദെൻ അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവുകയാണ് ചെയ്തത്. എന്താണ് ഫോറസ്റ്റ് റിസോഴ്സസ്, അല്ലെങ്കിൽ ഓരോന്നും ഈ പറഞ്ഞ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോവുകയാണ് ചെയ്തത്. എന്താണ് ഫോറസ്റ്റ് റിസോഴ്സസ്, അല്ലെങ്കിൽ എന്താണ് വാട്ടർ റിസോഴ്സസ്, ദെൻ മിനറൽ റിസോഴ്സ് എന്താണ്, അങ്ങനെ ലാൻഡ് റിസോഴ്സ് വരെ ഓരോന്നും എന്താണെന്ന് നോക്കി പോയിട്ടുണ്ടായിരുന്നു. ഫോറസ്റ്റ് റിസോഴ്സസ് പറഞ്ഞു പോകുമ്പോൾ അത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു ഡിഫൈൻ ചെയ്തു പോയി. ഇറ്റ് ഈസ് ഡിഫൈൻ ആസ് ആൻ എക്കോസിസ്റ്റം വിത്ത് ഡെൻസ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്, എസ്പെഷ്യലി ട്രീസ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സും ട്രീസും ആനിമൽസും അങ്ങനെ എല്ലാം ഉള്ള ഒന്നിനെയാണ് നമ്മൾ, ആ ഒരു എക്കോസിസ്റ്റത്തിനെയാണ് നമ്മൾ ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന് പറയുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഫോറസ്റ്റിൻ്റെ യൂസസ് പറഞ്ഞു, അതൊക്കെ നമ്മൾ ഓൾറെഡി അറിയുന്നതാണ്. ദെൻ അതിൻ്റെ ഒരു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, നമ്മൾ ഏതൊക്കെ മെത്തേഡ്സിലൂടെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയുന്ന ആ റിസോഴ്സിനെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓവർ യൂസ് ചെയ്തിട്ട് നശിപ്പിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ഒക്കേഴ്സ് ഡ്യൂ ടു അവർ പോപ്പുലേഷൻ ഇൻക്രീസ് ആവുന്നത് അതിൻ്റെ ഒരു കാരണമാണ്. ദെൻ ഇൻഡസ്ട്രിയലൈസേഷൻ, മൈനിങ്, ഖനനം എന്ന് പറയുന്നത്, ഓവർ ഗ്രേസിങ് ബൈ ആനിമൽസ് ഗ്രേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുല്ല് മേയുന്നത്, ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് ആൻഡ് അതർ പ്രൊജക്ട്സ്. അത് കാരണമൊക്കെ അതൊക്കെ എന്തിന് കാരണമാണെന്നാണ് പറയുന്നത്? ഇറ്റ് കോസസ് ഫോർ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ്. ദെൻ ഡീഫോറസ്റ്റേഷൻ എന്താണെന്ന് പറഞ്ഞു. ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിമൂവൽ ഓഫ് എ ഫോറസ്റ്റ്. ഒരു ഫോറസ്റ്റിൽ നിന്ന് അത് മൊത്തമായിട്ട് നശിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതെന്താണ്, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ദെൻ ഡീഫോറസ്റ്റേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ എന്തൊക്കെ പെർട്ടിക്കുലർ സിറ്റുവേഷൻസാണ് അതിന് കാരണമാകുന്നത് എന്നുള്ളത്. ഓവർ പോപ്പുലേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, മൈനിങ്, കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് ആൻഡ് അതർ പ്രൊജക്ട്സ്, ഓവർ ഗ്രേസിങ് ബൈ ആനിമൽസ്. ഓക്കെ, ഫോറസ്റ്റ് റിസോഴ്സ് എങ്ങനെയൊക്കെ നമ്മൾ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു. അതൊക്കെ തന്നെയാണ് ഡീഫോറസ്റ്റേഷനും റീസണായിട്ട് പറയുന്നത്. ദെൻ അതിൻ്റെ എഫക്ട്സ് എന്താണെന്നുള്ളത് നോക്കി പോയിട്ടുണ്ടായിരുന്നു. റെയിൻഫോളിൽ കുറവ് വരും, വാട്ടർ ടേബിളിൽ കുറവ് വരും, ദെൻ ഓക്സിജൻ്റെ അളവ് റെഡ്യൂസ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഇൻക്രീസ്ഡ് ആവും, സോയിൽ എറോഷൻ സംഭവിക്കും, ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ ചേഞ്ചസ് വരും, ദെൻ ഫ്ലോറ ആൻഡ് ഫ്യൂണ, അതായത് ആനിമൽസും പ്ലാന്റ്സിനൊക്കെ അവർ ജീവൻ നഷ്ടപ്പെടാനുള്ള കണ്ടീഷൻസ് വരും. ദെൻ എക്കോളജിക്കൽ ഇംബാലൻസ്, എൻവയോൺമെൻറ്റിൻ്റെ ടോട്ടൽ ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കും. ദെൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കേസ് സ്റ്റഡീസ് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. ചിപ്കോ മൂവ്മെൻറ്റ്, സൈലൻറ്റ് വാലി പ്രൊജക്റ്റ് ആൻഡ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഇൻ ഒറീസ എന്ന് പറഞ്ഞിട്ട്. ദെൻ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് മൈനിങ് എന്താണെന്ന് നോക്കിപ്പോയി. ആൻഡ് ഇറ്റ് ഈസ് ദ സെലക്റ്റീവ് റിക്കവറി ഓഫ് മിനറൽസ് ആൻഡ് മെറ്റീരിയൽസ് ഫ്രം ദ ക്രസ്റ്റ് ഓഫ് എർത്ത്. അതായത് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ, മണ്ണിൻ്റെ അടിയിലുള്ള വസ്തുക്കൾ ഖനനം ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ മൈനിങ് എന്ന് പറയുന്നത്. അതിൻ്റെ എഫക്ട്സ് നോക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ്, ദെൻ സോഷ്യൽ ഇമ്പാക്ട്സ് ഓൺ ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് 3 അതിൻ്റെ ഇമ്പാക്ട്സ് നോക്കി പോയിട്ടുണ്ടായിരുന്നു. ഒരു മൈനിങ് എന്ന് പറയുമ്പോൾ ഭൂമിയെ കുഴിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന നെഗറ്റീവ് എഫക്ട്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് എന്തിനൊക്കെ കാരണമാകുന്നു എന്നുള്ളത് നോക്കിപ്പോയിട്ടുണ്ടായിരുന്നു. ദെൻ ഡാംസ് ആൻഡ് ദെയർ എഫക്ട്സ് ഓൺ ഫോറസ്റ്റ്. ഡാമും ഫോറസ്റ്റും നമ്മളൊരു കണക്ഷൻ വെച്ചിട്ട് എന്താണ് ഡാംസ്, അത് ഫോറസ്റ്റിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നോക്കിപ്പോയിട്ടുണ്ടായിരുന്നു.
ഈ ഡാം ഈസ് എ വാൾ കൺസ്ട്രക്റ്റഡ് അക്രോസ് എ റിവർ ടു ബ്ലോക്ക് വാട്ടർ ആൻഡ് റൈസ് വാട്ടർ ലെവൽ. അപ്പോൾ ഒരു ഡാം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് എ വാൾ, അതൊരു വാളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു റിവറിന് ക്രോസ് ആയിട്ട് പണിയുന്ന ഒരു വാളാണ്. ടു ബ്ലോക്ക് വാട്ടർ ഫ്ലോനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ആൻഡ് ടു റൈസ് വാട്ടർ ലെവൽ ഇൻക്രീസ് ആയിട്ട് ഒരു വാട്ടർ ഹൈ ലെവലിൽ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ലെവലിൽ കീപ്പ് ചെയ്തിട്ട് പല യൂസേജിന് വേണ്ടിയിട്ട്, മെയിനായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്നതിനെയാണ് ഡാം എന്ന് പറയുന്നത്. അത് എങ്ങനെ ഫോറസ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ദെൻ വാട്ടർ റിസോഴ്സസ്, ഫോറസ്റ്റ് റിസോഴ്സ് കഴിഞ്ഞിട്ട് വാട്ടർ റിസോഴ്സ് എന്താണെന്ന് നോക്കി. വാട്ടർ ഇസ് ദ സോഴ്സ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനായാലും ആനിമൽസിനായാലും ഭൂമിയിൽ ഏതൊരു ജീവനുള്ള വസ്തുവിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് വാട്ടർ പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ദെൻ വേരിയസ് വാട്ടർ റിസോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു പോയിട്ടുണ്ട്. സീ വാട്ടർ, rivers and streams, natural lakes and ponds, reservoirs and groundwater, rainwater. Then വാട്ടർ റിസോഴ്സിനെ നമ്മളെങ്ങനെ ഓവർ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം വാട്ടറിന് നമ്മളെങ്ങനെയൊക്കെ ഓവർ യൂട്ടിലൈസ് ചെയ്യുന്നു അതൊക്കെ നമുക്ക് സ്വന്തം ലാംഗ്വേജിൽ എഴുതാവുന്നതല്ലോ. എന്നാലും ജസ്റ്റ് ഈ പോയിൻറ്റ്സിലൂടെയൊക്കെ ഒന്ന് നോക്കുക. ദെൻ ഫ്ലഡ് എന്താണെന്നുണ്ട്. വാട്ടറിനെ കണക്ട് ചെയ്തിട്ട് 2 ഇൻസിഡൻസാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഫ്ലഡ് ആൻഡ് ഡ്രോട്ട്. ഫ്ലഡ് എന്ന് പറയുമ്പോൾ വെള്ളം കൂടിയ അവസ്ഥയും, ഡ്രോട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷോർട്ടേജും. അതിൻ്റെ ഫ്ലഡിൻ്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്നുണ്ട്. അടുത്തൊരു ടോപ്പിക്കായിട്ട് ഡ്രോട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ കോസസ് ഓഫ് ഡ്രോട്ട്, ദെൻ ഇമ്പാക്ട്സ് ഓഫ് ഡ്രോട്ട് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ഡ്രോട്ട് എവിടേക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ അതവിടെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ഉണ്ട്, അഗ്രികൾച്ചറൽ ഇമ്പാക്ട്സ് ഉണ്ട്, ദെൻ ഹെൽത്ത്, എക്കണോമിക്കൽ, സോഷ്യൽ കോൺസിക്വൻസ് ആൻഡ് ഇറ്റ് ക്യാൻ റെഡ്യൂസ് വാട്ടർ ക്വാളിറ്റി എന്നും ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ദെൻ വേരിയസ് കോൺസിക്വൻസസ്, അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്രോട്ട് വരുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഡ്രോട്ട് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെന്തൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും എന്നുള്ളതാണ്. ഡെസേർട്ടിഫിക്കേഷൻ, മരുഭൂമിവൽക്കരണം, അങ്ങനെ ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ പോകും. ദെൻ ഫാമിൻ എന്ന് പറയുമ്പോൾ ഫുഡ് ഷോർട്ടേജിനെയാണ്, പട്ടിണിയെയാണ് ഫാമിൻ എന്ന് പറയുന്നത്. ദെൻ ഡസ്റ്റ് സ്റ്റോം, ഷോർട്ടേജ് ഓഫ് വാട്ടർ ഫോർ ഇൻഡസ്ട്രിയൽ യൂസേഴ്സ്. ദെൻ വൈൽഡ് ഫയർ, കാട്ടുതീയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ വാർസ് സംഭവിക്കാനുള്ള, ഫുഡിനും വാട്ടറിനും വേണ്ടി വരെ വാറുകൾ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദെൻ കോൺഫ്ലിക്ട്സ് ഓവർ വാട്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് തമ്മിലോ ഉള്ള കോൺഫ്ലിക്ട്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ഫെമിലർ ആയിട്ടുള്ള ഒന്ന് മുല്ലപ്പെരിയാർ ഡാമിൽ ബിറ്റ്വീൻ കേരള ആൻഡ് തമിഴ്നാടു അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു 5 അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തതായിട്ട് മിനറൽ റിസോഴ്സസ് എന്താണെന്നുള്ളതാണ് നോക്കി പോയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഫോറസ്റ്റ് എന്താണ്, വാട്ടർ എന്താണെന്ന് നോക്കിയ പോലെ അത് നോക്കിയിട്ടുണ്ട്. ദെൻ ഇമ്പോർട്ടൻറ്റ് മിനറൽ റിസോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് അയൺ, മാംഗനീസ്, മെക്ക, ബോക്സൈറ്റ്, കോപ്പർ ആൻഡ് ഗോൾഡ്. ദെൻ അതിനെങ്ങനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണോ, ഫോറസ്റ്റിനെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഡിഫോറസ്റ്റേഷൻ എന്താണെന്ന് പറഞ്ഞു പോയിട്ടില്ലേ. അതേപോലെ മിനറൽസ് എന്ന് പറയുന്ന ആ റിസോഴ്സസിനെ നമ്മളെങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ ഫുഡ് റിസോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളതാണ്, അതെന്താണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ വേൾഡ് ഫുഡ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്, എന്തൊക്കെയാണ് വേൾഡിൽ ഫുഡ് പ്രോബ്ലമായിട്ട് പ്രസൻറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒറ്റ പോയിൻ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലോകത്ത് എല്ലാവർക്കും ഉള്ള ഫുഡ് അവൈലബിൾ ആയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. എല്ലാവർക്കും ഉള്ള ഫുഡുണ്ട്, അപ്പോൾ കുറച്ച് പേർക്ക് കൂടുതൽ കിട്ടും, ആ കൂടുതൽ ഇവിടെ കുറവായിട്ട് വരുവാണ്. ആ ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ആ പോയിൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് നോക്കണം. ദെൻ എഫക്ട്സ് ഓഫ് അഗ്രികൾച്ചർ ഓൺ എൻവയോൺമെൻറ്റ്, നമ്മുടെ കൃഷിരീതി നേച്ചറിനെ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസും പെസ്റ്റിസൈഡ്സിൻ്റെയും ഇൻസെക്ടിസൈഡ്സിൻ്റെയൊക്കെ യൂസേജ് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദെൻ എഫക്ട്സ് ഓഫ് മോഡേൺ അഗ്രികൾച്ചർ ഓൺ എൻവയോൺമെൻറ്റ്, മോഡേൺ അഗ്രികൾച്ചർ എങ്ങനെ എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്നു. പഴയ കാലത്തെ കൃഷി രീതികളെ സംബന്ധിച്ചിടത്തോളം മോഡേൺ എന്ന് പറയുമ്പോൾ എൻവയോൺമെൻറ്റിന് കുറച്ചുകൂടെ നെഗറ്റീവ് എഫക്ട്സ് കൊടുക്കുന്ന ഒന്നാണ്. അതൊരു 4 പോയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, വാട്ടർ ലോഗിങ് വരെ. ദെൻ എനർജി റിസോഴ്സസ് എന്താണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾ ലിവിങ് ബീങ്സ് ആർ ഓപ്പറേറ്റഡ് ബൈ മീൻസ് ഓഫ് എനർജി, എല്ലാ ലിവിങ് ബീങ്സിനും അല്ലെങ്കിൽ ആ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഡേ ടു ഡേ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് 2 നോൺ കൊമേഴ്ഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
ദെൻ അതിൽ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി റിസോഴ്സസ് എന്ന് പറയുന്നത് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ആൻഡ് കോയിലാണ്. അത് കാരണം ഈ മൂന്നെണ്ണവും നമുക്ക് വീണ്ടും റീയൂസ് അല്ലെങ്കിൽ റീഅപ്പിയർ ചെയ്യാത്തവയാണ്. ആ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ട് എൻവയോൺമെൻറ്റിൽ ഉണ്ടാവും. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്റ്റോക്ക് അവിടെ ഉണ്ടാവില്ല. ദെൻ റിന്യൂവബിൾ റിസോഴ്സസ് ഓഫ് എനർജിയാണ് പറഞ്ഞിട്ടുള്ളത്. സോളാർ എനർജി, അതിൻ്റെ ഡ്രോബാക്സ് പറഞ്ഞിട്ടുണ്ട്. ദെൻ വിൻഡ് എനർജി, ബയോ എനർജി, ജിയോ തെർമൽ എനർജി, ഓഷ്യൻ എനർജി ആൻഡ് ഹൈഡ്രോ എനർജി. അപ്പോൾ എനർജീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞിട്ട്. ദെൻ ലാൻഡ് റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫുഡ് നോക്കി, വാട്ടർ നോക്കി, ഫോറസ്റ്റ് നോക്കി, അങ്ങനെ എല്ലാതും നോക്കിയിട്ട് ലാസ്റ്റ് ലാൻഡ് റിസോഴ്സസ് ഏതാണെന്നുള്ളതാണ് അടുത്തത്. അതിൻ്റെ ഇമ്പാക്ട്സ് ഓഫ് ലാൻഡ് യൂസ് ഓൺ എൻവയോൺമെൻറ്റ്. നമ്മൾ ലാൻഡിനെ പല രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പല നീഡ്സിന് വേണ്ടിയിട്ട് ലാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത്. ദെൻ ലാൻഡ് യൂസ് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ലാൻഡ് യൂസും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും അല്ലെങ്കിൽ എർത്ത്, ഫ്ലഡ്, ഡ്രോട്ട്, അത് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ദെൻ ലാൻഡ് ഡിഗ്രേഡേഷൻ, ഇറ്റ് ഈസ് ദ ലോസ് ഓഫ് ഫെർട്ടിലിറ്റി ഓർ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് സോയിൽ. ലാൻഡ് ഡിഗ്രേഡേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സോയിലിൻ്റെ ക്വാളിറ്റി കുറയുന്നതിനെയാണ്, അല്ലെങ്കിൽ ലോസ് ഓഫ് ഫെർട്ടിലിറ്റി, അതിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നതിനെയാണ് ലാൻഡ് ഡിഗ്രേഡേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. സോയിൽ എറോഷൻ, സോയിൽ പൊല്യൂഷൻ, സാലിനേഷൻ ആൻഡ് വാട്ടർ ലോഗിങ്, ദെൻ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ഡെസേർട്ടിഫിക്കേഷൻ, അർബനൈസേഷൻ, ഇതൊക്കെ അതിന് കാരണമാണ്. ദെൻ അതെങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഒരു സബ് ടോപ്പിക്കായിട്ട് വരുന്നത് റോൾ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ ഇതിൽ നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. അത് കൺസേർവ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ നിലനിർത്തി പോകുന്നതിൽ ഓരോ ഇൻഡിവിജ്വൽസിനുമുള്ള റോൾ എന്താണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം അത് ഓരോന്നും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിലെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഇക്വേറ്റബിൾ യൂസ് ഓഫ് റിസോഴ്സസ് ഫോർ സസ്റ്റൈനബിൾ ലൈഫ് സൈക്കിൾ, എങ്ങനെ നമുക്കത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഈ പോയിൻറ്റ്സിൽ പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു എക്കോളജിക്കൽ ബാലൻസ് കീപ്പ് ചെയ്തിട്ട് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കാനുള്ളത്.